കഴിഞ്ഞ ദിവസമാണ് ഓണചിത്രങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് എത്തിയത്. അതിൽ തന്നെ ഗംഭീര അഭിപ്രായം നേടി നിരവധി സിനിമകൾ നമുക്ക് മുന്നിലേക്ക് എത്തുകയുണ്ടായി. ഏറ്റവും ആദ്യം തന്നെ റിവ്യൂകൾ വന്നത് ARM എന്ന ചിത്രത്തിനാണ്, അജയന്റെ രണ്ടാം മോഷണം. ഈ റിവ്യൂ വന്നപ്പോൾ ഉണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്ന വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടതും. ARM എന്ന ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞപ്പോൾ അതിൽ മോഹൻലാലിനെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് പ്രേക്ഷകരും. കാരണം അവർക്കതങ്ങോട്ട് പിടിച്ചിട്ടില്ല. റീച്ചിന് വേണ്ടി ഒരു ബന്ധവുമില്ലാതെ ലാലേട്ടനെ ട്രോളുന്ന പരിപാടി ഇവന് ഉണ്ടായിരുന്നതാണ്. പറഞ്ഞു വരുന്നത് അശ്വന്ത് കോക്ക് എന്ന റിവ്യൂവറിനെ കുറിച്ചാണ്. ഇത്തവണയും മോഹൻലാലിനെ ARM എന്ന ചിത്രത്തിന്റെ റിവ്യൂവിലും വലിച്ചിട്ടു എന്നത് പ്രേക്ഷകർക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. ചില പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. കുറച്ചുനാൾ അതില്ലായിരുന്നതാണ്. ഇന്ന് ARM റിവ്യൂ പുറത്തു വന്നതിനിടയിൽ ലാലേട്ടനെ അനാവശ്യമായി വീണ്ടും വലിച്ചിഴച്ചു. തിരിച്ച് പ്രതികരിക്കില്ല എന്നുള്ള ഉറപ്പും പിന്നെ അയാളെ പറഞ്ഞാൽ ഹേറ്റേഴ്സ് വക കിട്ടുന്ന സപ്പോർട്ടും കണ്ടിട്ട് തന്നെയാണ് ഇയാൾ ഈ പരിപാടി കാണിക്കുന്നത്. മലയാളത്തിൽ തന്നെ ലാലേട്ടനെ പോലെ ഇത്രയും മികച്ച രീതിയിൽ ആക്ഷൻ ചെയ്യുന്ന വേറെ താരമില്ല. പിന്നെ എന്തിനാണ് ആക്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിയെ വലിച്ചിട്ടത് എന്നത് ചോദ്യമാണ്. ഒടിയനിൽ മീശ പിടിച്ചു വന്ന് കാണിച്ചത് അല്ല ആക്ഷൻ. ടോവിനോയുടെ മണിയൻ ക്യാരക്ടർ ഒടിയന്റെ അപ്പനായി വരും എന്നൊക്കെയാണ് വെച്ച് കാച്ചിയത്. ഈ പറയുന്ന ഇവൻ തന്നെ മുരുകൻ കണ്ട് ലാലേട്ടന്റെ ആക്ഷനെ പൊക്കി പറഞ്ഞത് മറന്നിട്ടില്ല, ലൂസിഫർ ഫൈറ്റ് സീൻസ് ഉൾപ്പെടെ. പിന്നെ എന്തിനാണ് സംവിധായകൻ എടുത്ത് നശിപ്പിച്ച ഒരു പടത്തിനെ ആവശ്യമില്ലാതെ മെൻഷൻ ചെയ്യണം? അറ്റ്ലീസ്റ്റ് ഇവൻ ഒടിയൻ മേക്കിംഗ് വീഡിയോ എങ്കിലും കണ്ടിരുന്നു. എല്ലാം പോട്ടെ, ഒടിയന്റെ അപ്പനായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഇവിടെ എന്താണ്? ഇവൻ ഈ പറയുന്ന റിവ്യൂ ഒന്നും ഇപ്പോൾ കാണാറില്ല. പക്ഷെ ഇവൻ ലാലേട്ടനെ പറഞ്ഞ പോർഷൻ കട്ടാക്കി കുറെ ഫാൻസ് ട്രോളുന്നത് കണ്ടു. അതാണ് ഇപ്പോൾ അഭിപ്രായങ്ങളുമായി പ്രേക്ഷകർ എത്തിയിരിക്കുന്നത്. റീച്ചിന് വേണ്ടി ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നതൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. കുറച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രേക്ഷകർ ഈ കാര്യങ്ങളെ അവതരിപ്പിച്ചത്. കാരണം ARM എന്ന ടൊവിനോ ചിത്രം ഗംഭീര അഭിപ്രായം നേടി മുന്നേറുകയാണ്. പക്ഷെ അതിലേക്ക് മറ്റൊരു താരത്തെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല എന്നതുകൂടി അവർ ഓർമ്മിപ്പിക്കുന്നു. മോഹൻലാലിനെ കൊണ്ട് തന്നെ ഇതിലിട്ടത് എന്താണെന്ന് പല പ്രേക്ഷകർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ മോഹൻലാലുമായി കമ്പയർ ചെയ്യേണ്ട ആവശ്യം എന്താണ്? കാരണം മോഹൻലാൽ ടോപ്പ് നോച്ച് ആക്ഷൻ സീക്വൻസ് മലയാളത്തിൽ ചെയ്യുന്ന താരമാണ്. പക്ഷേ അത് അദ്ദേഹം പ്രൂവ് ചെയ്തതുമാണ്. ഈ കാലത്ത് അദ്ദേഹവുമായി ടൊവിനോയെ കമ്പയർ ചെയ്യുന്നത് ഒട്ടും ഉചിതമല്ലാത്ത കാര്യമാണ്. ടൊവിനോ തന്റെ യങ് ഏജിൽ കാണിക്കുന്നതാണ് മോഹൻലാലിന്റെ 60-ാം വയസ്സിലുള്ള കമ്പാരിസൺ നടത്തുന്നത് എന്നതുകൂടി ആലോചിക്കണം. മോഹൻലാലിന്റെ 60കളിലാണ് മോഹൻലാൽ ഈ ഗംഭീര ആക്ഷൻ ചെയ്യുന്നത്. അതിന്റെ അടുത്ത് നിൽക്കാൻ ഇവിടെയുള്ള പല താരങ്ങളും കഷ്ടപ്പെടുമ്പോഴാണ് ഒരു യങ് താരവുമായി കമ്പയർ ചെയ്യുന്നത്. ടൊവിനോ ഏറ്റവും മികച്ച രീതിയിലാണ് ARMൽ ആക്ഷനുകൾ ചെയ്തിരിക്കുന്നത്. അത് ഗംഭീര രീതിയിൽ വർക്കൗട്ട് ആകുകയും പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷെ അതിലേക്ക് മോഹൻലാലിനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. മോഹൻലാൽ ഇതിലും ഗംഭീര ആക്ഷനുകൾ ഒരു ഡ്യൂപ്പുമില്ലാതെ ചെയ്ത് തെളിയിച്ച ആളാണ്. അവരുടെ പാതകൾ തന്നെയാണ് ടൊവിനോ അടക്കമുള്ള താരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം റീച്ചിന് വേണ്ടിയാണ്. ഇതിങ്ങനെ കമ്പാരിസൺ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് പ്രേക്ഷകർക്ക് തന്നെ ബോധ്യമായി. പക്ഷേ ഇതിങ്ങനെ പറയുമ്പോൾ ഒരു അഭിപ്രായം പറയണമല്ലോ. അതാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടെത്തുന്നത്. ലാലേട്ടന്റെ കിടിലൻ ആക്ഷൻ പടം വരുമ്പോൾ ഇവന്റെ തന്നെ ഡബിൾ ഡാഡി സിൻഡ്രോം പരിപാടി കാണിച്ചുകൊണ്ട് വരുന്നതും കാണാവുന്നതാണ് എന്നും അവർ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു അഭിപ്രായത്തിൽ. ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ ഒരു ചർച്ച തന്നെ നടത്തിയത്. എമ്പുരാനെ കാണാൻ പോസിറ്റീവ് ആണെങ്കിൽ വാതോരാതെ പുകഴ്ത്തും എന്നതും പ്രേക്ഷകർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മലയാളത്തിൽ വേറെയും പടം വന്നാൽ ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ചെയ്യുമെന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ മോഹൻലാലും തന്റെ ശബ്ദ സാന്നിധ്യം അറിയിച്ചല്ലോ. തുടങ്ങുന്നതും അവസാനിക്കുന്നതും മോഹൻലാലിലൂടെയാണ്. കോസ്മിക് ക്രിയേറ്ററിന്റെ ഒരു ശബ്ദത്തിലൂടെ മോഹൻലാൽ എത്തുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മോഹൻലാൽ ഇരിപ്പുണ്ട്. മോഹൻലാലിന്റെ ആ ഗംഭീര ഡയലോഗുകൾ കേൾക്കുമ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എത്തിയ വാട്ട് ഇഫ് എന്ന സീരീസിലെ വാച്ചറിന്റെ ഡയലോഗുമായി വളരെ സാമ്യതയുണ്ട്. അതുപോലെ ഒന്നാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോഹൻലാലിനെ ഈ റിവ്യൂവിൽ കൊണ്ടുവരാം. പക്ഷേ കമ്പാരിസൺ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. വലിയൊരു ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നു. വലിയ അഭിപ്രായങ്ങളും വലിയ കമന്റുകളും ഒക്കെയായി അതിങ്ങനെ കൊഴുക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറയൂ.